ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാപ്സിക്കം കൊണ്ടൊരു മുട്ടക്കറിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കവും ഒരു വലിയ തക്കാളി, 2 സവാള, ഒരു പച്ചമുളക്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ജീരകം, പെരുംജീരകം, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇത്രയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച വെളുത്തുള്ളിയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, തക്കാളി, സവാള എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് മൂടി വേവിക്കാം. ഒരു 3 മിനിറ്റ് മൂടി വേവിച്ച ശേഷം ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാപ്സിക്കം മുട്ട കറിയാണ്. നമുക്ക് ദോശ, ഇഡലി, ചപ്പാത്തി എന്നിവയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വാടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നല്ല മൂപ്പിച്ച ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊന്ന് മൂടി വേവിക്കാം. കറി ഇപ്പോൾ എന്തായെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് കറിയൊക്കെ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. മുട്ട നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട കലക്കേണ്ട ആവശ്യമില്ല. പൊട്ടിച്ച് അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് വീണ്ടും മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിയൊക്കെ അതിൻ്റെ മേലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.